ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഗുണങ്ങളും നമുക്കുണ്ടാകണം. എല്ലാവിധ ഗുണവും നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളങ്ങ് മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ, മറ്റ് പ്രവൃത്തികൾ ഒക്കെ വളരെ മെച്ചമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് വേണം നമ്മൾ പോകേണ്ടത്. എല്ലാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു പറഞ്ഞ് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നും ഇതോടൊപ്പം പറയുന്നു. മാത്രമല്ല, ദുനിയാവ് നമുക്ക് എളുപ്പമാക്കി തരികയും ആഖിറവും നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദുനിയാവ് മാത്രം നമുക്ക് എളുപ്പമാക്കി തന്ന് ദുനിയാവിൽ ഒരു സമ്പൂർണ്ണമായൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നു. ഭാര്യ കുടുംബ ജീവിതം വളരെ രീതിയിൽ അല്ലാഹു തആല അങ്ങ് മെച്ചപ്പെടുത്തി തരുന്നു. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു തആല നമുക്ക് തരുന്നു. എല്ലാവിധ രീതിയിൽ നമ്മൾ മെച്ചപ്പെട്ട് ദുനിയാവിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോവുകയാണ്. പോരാ, അതുകൊണ്ട് മാത്രം ആകുന്നില്ല. എന്നാൽ കാലാകാല ജീവിതമാകുന്ന ആഖിറം എന്ന് പറയുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരു മുസ്ലിം വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണം. ആഖിറം എന്ന് പറയുന്നത് കാലാകാല ജീവിതമാണ്. ആ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ നല്ല ഇബാദത്തുകളും കൂടി നമ്മൾ ഇതോടൊപ്പം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതങ്ങൾ, കുടുംബജീവിതങ്ങൾ എല്ലാ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നമ്മൾ മെച്ചപ്പെട്ടൊരു ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ കൂടി തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ആരാധിക്കണം. നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ നിസ്കരിക്കുക, നമ്മൾ നോമ്പ് പിടിക്കുക, നമ്മൾ സക്കാത്ത് കൊടുക്കുക, നമ്മൾ ധർമ്മം ചെയ്യുക, നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. മോശമായ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നമ്മൾ വിട്ടുനിന്ന് നല്ല പ്രവൃത്തികൾ എങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടം വരുന്നു. നമ്മുടെ ദുനിയാവും നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയും, ആഖിറവും നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയും. ഒരുപക്ഷെ പരീക്ഷണാർത്ഥം അല്ലാഹു തആല ഇങ്ങനെയുള്ള ഒരു ഭാഗം നല്ല ആളുകൾക്ക് പരീക്ഷണമായിട്ടൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ദുനിയാവിലൊരു പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകളും മറ്റു രീതിയിലുള്ള പ്രയാസങ്ങളും ഒക്കെ കൊടുത്തു എന്ന് വരാം. പരീക്ഷിക്കുകയാണത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ദുനിയാവിൽ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അഥവാ ഒരു കുടുംബജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നൽകുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് അള്ളാഹുവിന് അറിയുന്നതിന് വേണ്ടിയായിരിക്കും ഈ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ആരും വരണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മാറരുത്. ആ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, അതാ ദിക്റുകൾ ഉണ്ട്. ആ ദിക്റുകൾ നീ തിരഞ്ഞെടുത്തുകൊണ്ട് നീ ആ ദിക്ർ ചെല്ലൂ. ആ ദിക്ർ നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നിൻ്റെ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. അല്ലാഹുവിനല്ലാതെ കണ്ട് മറ്റൊരാളിനും ഇത് കഴിയില്ല. അള്ളാഹു നമുക്ക് തന്നെങ്കിലേ നമുക്ക് മതിയാവും. ഏത് കാര്യമായാലും ശരി, അള്ളാഹു തരാതിരുന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. അള്ളാഹുവിനല്ലാതെ മറ്റൊരാളിന് തരാനുള്ള അവകാശമില്ല, മറ്റൊരാളിന് തരാൻ നമുക്ക് പറ്റത്തുമില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിനെ നീ ആരാധിക്കുക. അതോടൊപ്പം നിൻ്റെ ഈ വൈഷമ്യ, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളെയൊക്കെ മാറുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നീ നോക്കൂ, നീ പഠിക്കൂ, നീ മനസ്സിലാക്കൂ. അതാ സുന്ദരമായ ചെറിയ ദിക്റുകൾ, വളരെ അർത്ഥമുള്ള ദിക്റുകളാണ്. അപ്പോൾ ഈ ദിക്ർ നീ ചൊല്ലി അള്ളാഹുവിനോട് നീ ദുആ ചെയ്യണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു 501 പ്രാവശ്യം ഈ തുടങ്ങിക്കഴിഞ്ഞാൽ ചെല്ലണം. കാര്യം ഒറ്റ വരിയേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ 501 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഈ ദുആ ചെയ്യുമ്പോൾ ആദ്യം അൽഹംദു ചേർത്ത് വേണം ദുആ ചെയ്യേണ്ടത്. അപ്പോൾ അൽഹംദു ചേർത്ത് നിങ്ങൾ ദുആ ചെയ്ത് അവസാനം അൽഹംദിൽ അവസാനിപ്പിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് തുടങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ട് അവസാനം വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ദുആ തീർക്കുക. ഇതാണ് ദുആയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത് വിശദമായിട്ടൊന്നും പറയാൻ സമയങ്ങളില്ല, അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ കൂടി നമ്മൾ സംസാരിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മുഫ്ലിഹീൻ, اللهم اجعلنا مفلحين، اللهم اجعلنا مفلحين.
സാലിഹീൻ. ഈ ദിക്ർ 501 പ്രാവശ്യം ചെല്ലുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ ദിക്റങ്ങ് ചൊല്ലിയിട്ട് നിങ്ങളങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏതാവശ്യവും ഏത് ഹലാലായ ആവശ്യവും അള്ളാഹു നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ കുറച്ച് താമസം വരുമ്പോൾ നിരാശപ്പെടല്ലേ. താമസം വരും. പല പരീക്ഷണങ്ങളും നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ നല്ലതുപോലെ അള്ളാഹു ഇബാദത്ത് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ ഒന്ന് പരീക്ഷിക്കും. ആ പരീക്ഷണം നിങ്ങൾ വിജയത്തിലേക്ക് എത്തണം. കാരണം ആ പരീക്ഷണം നിങ്ങൾ വിജയത്തിലേക്ക് എത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും ജീവിതത്തിലുള്ള എല്ലാ സംതൃപ്തികളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കും. ഇതിനൊരു സംശയങ്ങളുമില്ല. ഇത് ചെല്ലുക, നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.